സാർ, ചാന്ദനു സാർ, ഗുഡ് മോർണിംഗ് സാർ. ഇന്നും സൽവകുമാറിന്റെ 3G ഫീസ് ആണല്ലോ. ഭഗവാനെ കാണി. ஏண்டா செல்வா, ட்ரீமில் ஃபுல்லு நயன்தாராவும் சமாந்தாவும், காலையில் கனி செல்வகுமாரும். உன்னோட 100 வாட்டி சொல்லிருக்கு, எனக்கு டீ மட்டும் தான் போதும், உன்னோட மூஞ்சிய கனி வேணான்னு. அப்படியே சொல்லாதங்க சார். என் அப்பா சொல்லியிருக்காங்க நான் ரொம்ப பிரமாதமான கனின்னு. இனிமேல் பாருங்க சார், உங்களுக்கு வச்சடி கைட்டம் தான். എന്നിട്ട് அப்பா இப்போ എവിടെ ഉണ്ട്? இறந்துட்டு சார். நான் பிறந்ததுக்கு அப்புறம் தற்கொலை பண்ணிக்கிட்டார். ഓ മാൻ, ഇതിലും വലിയ എന്തോ വരാനിരുന്നതാ. നൈസായിട്ട് സ്കൂട്ടായി. பெரிய ஆளாக வேண்டியவர் சார் எங்க அப்பா. எப்படி சார் ரூம் இந்த மாதிரி க்ளீனாக வச்சுருக்குங்க? எனக்கு க்ளீன் பண்ணுறதுக்கு சான்ஸே தரல. ഈ റൂം ക്ലീൻ ചെയ്യാൻ ശമ്പളം ഇല്ലാത്ത ആളെ ഞാൻ നിർത്തിയിട്ടുണ്ട് സെൽവ. രാത്രി കുറച്ച് ബ്ലഡ് മാത്രം കൊടുത്താൽ മതി. யாரு சார் அது? ഒരഴകാന പേയ്. பேயா? കേട്ടില്ലേ? സത്യം. അയ്യോ, 9 മണി, പോവാൻ സമയമായി. ബൈ ട്രീസ, ബൈ. എന്തു പറ്റി ചേച്ചി? പാലിൽ കുഴപ്പമുണ്ടോ? ചേച്ചി പാല് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇല്ല, ഹസ്ബൻഡ് ടൂറ് പോയിരിക്കുക. പിന്നെ ഇവിടെ ആരാ പാല് കുടിക്കാനുള്ളത്? അതുകൊണ്ടാ. ഇനിയിപ്പോ വേണ്ട. എന്നാ ശരി. ഹലോ ചന്ദ്രേട്ടാ. ആ, എവിടാടോ താൻ? ജീവനോടെ ഇരിപ്പുണ്ടോ? ചന്ദ്രേട്ടൻ ഒരു പണി ഏൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്നത് എങ്ങനെയാ? അതാ ഞാൻ. അപ്പൊ ചൂണ്ടയില് മീൻ കൊത്തിയെന്ന് സാരം. ഇനിയിപ്പോ വലിച്ച് കരയിലോട്ടിട്ടാ മതിയല്ലോ. അങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ. വളഞ്ഞിരിക്കുകയാണ്. ഇനി കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ സംഭവം നടക്കും. പക്ഷെ ശാന്തനുവേ, നീ സൂക്ഷിക്കണം. എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം അങ്ങോട്ട് തീരാൻ. അറിയാൻ ചന്ദ്രേട്ടൻ, അടിക്കുമ്പോ പാമ്പിന്റെ പത്തിക്ക് തന്നെ അടിക്കും. ചന്ദ്രേട്ടൻ പേടിക്കണ്ട, നമ്മുടെ സേഫ്റ്റി ഉറപ്പിച്ചിട്ട് ഞാൻ കളി അവസാനിപ്പിക്കും. എന്നാലേ നീ ഇത്തവണയും പതിവ് തെറ്റിക്കണ്ട. ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം. ശരി ചന്ദ്രേട്ടൻ, ഓക്കെ ബൈ. എന്തു പറ്റി സാർ? നമ്മളൊക്കെ എന്തിനാണ് യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ആ പുന്നാര മോൻ നമ്മുടെ മുന്നിൽ കൂടി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? മോഷണ കേസിൽ പരാതിയില്ലെങ്കിൽ പിന്നെ കേസെടുക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ. അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എരയെ പത്തി നോക്കി അടിക്കുക, അതാണ് അവൻ്റെ ഒരു ലൈൻ. സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ്, അതുമല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലമെന്റ്. ആത്മാഭിമാനമുള്ള ഒരു ഭർത്താവ് കേസും പുക്കാറായിട്ട് പോവാതിരിക്കാൻ വേറെ വല്ല കാരണം വേണോ? അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരാളെങ്കിലും ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ സ്റ്റേഷനിൽ കയറ്റി ഇട്ടിച്ച് കൈയുടെ തരിപ്പ് തീർക്കായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനെ പിടിക്കാൻ അപ്പോൾ ഒരു വഴിയില്ലേ? വഴിയൊക്കെ ഉണ്ട്. ഗാംബ്ലിംഗ്. എരയെ വേട്ടക്കാരന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന പക്ക ഗാംബ്ലിംഗ്.
ഓ, ഈ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത്രയും പേടിയുണ്ടായിട്ടാണോ രാത്രി എന്റെ മതിൽ ചാടിക്കിടന്നത്? പത്തായത്തി നെല്ലുണ്ടെങ്കിൽ ഏത് മതിലേലി ചാടിക്കിടക്കും. സത്യം. വാ. വൈൻ കുടിക്കില്ലേ? ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, നീ പൂണൂലൊക്കെ മാറ്റി മതം മാറി ക്രിസ്ത്യാനിയായോ? പൂണൂലൊക്കെ എന്നേ അഴിച്ചതാ. പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പല പേരും പറഞ്ഞു വിളിക്കുന്നത്. അപ്പോ ഏത് രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും പഞ്ചാരടിക്കാനും മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം. ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും. ഉം. ഉം. സോറി. സാരമില്ല, ഞാൻ എടുത്തു വെക്കാം. അങ്ങേര് വന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവേ. ഞാനിതൊന്ന് എടുത്തു വെച്ചോട്ടെ സാറേ. ഓ ശരി മാഡം. ഗുഡ് ബോയ്. ദേ ആ. ഇതുകൂടി. ഈശോയെ, എന്തു പറ്റി? ഇത് വലിയ വില കൂടിയ പൊന്നും കുരിശ. ആന്റിക് പീസ്. തോമസ് ലേ കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നും കുരിശ. പുള്ളിക്കാരന്റെ കളക്ഷനാ. എന്നിട്ടാണോ ഇങ്ങനെ ചുമ്മാ രൂപക്കുട്ടി വെച്ചേക്കുന്നത്? ഏയ്, ഇത് തോമസിന്റെ ഒരു തിങ്കിങ്ങാ. ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ, വിലയും കൊടുക്കത്തില്ല. ആ, ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി. പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. നീ ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ശാന്തനു, നീ എവിടെ എന്തെടുക്ക? ഒന്നുമില്ല, ഞാൻ വെറുതെ. നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോസ് ഒന്ന് മെയിലയക്ക്. വേണ്ട വേണ്ട വേണ്ട, മെയിൽ മതി, അതാ സേഫ്. ഓക്കെ, മെയിൽ ഐ ഡി എന്താ? Teresa1983@gmail.com. Teresa1983@gmail.com. അതെ, എന്താടാ? 1983 ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ആ, September 1, 1983. സെപ്റ്റംബർ